ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അരുൺ, ഡോഗ് ട്രെയിനർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡോഗിൻ്റെ ഇപ്പോഴത്തെ ചൂട് കാലമാണ്. ചൂട് കാലത്ത് നമ്മുടെ ഡോഗ്സിനെ എങ്ങനെ പരിപാലിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യർക്ക് പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചൂടെന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡോഗ്സിന് വളരെ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് വിദേശ ബ്രീഡുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ബ്രീഡായിരുന്നാലും ശരി തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് സെറ്റായി പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് ശ്രദ്ധിക്കേണ്ടുന്ന നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ ചൂട് പരമായിട്ട് വരുന്ന ഡോഗ്സിന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അവർക്ക് ഒരു ഹീറ്റ് സ്ട്രോക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് വെള്ളം കുടിക്കാതെ വന്നു കഴിഞ്ഞാലും കിഡ്നി സ്റ്റോണ് കാര്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പൊതുവേ ഇപ്പോൾ ഫീമെയിൽ ഡോഗ്സൊക്കെ ആണെങ്കിൽ പോലും മാറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ അബോർഷൻ ആകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് നോക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിലാദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡോഗ് കിടക്കുന്ന കേജാണ്. അവരുടെ ആ കേജ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അതായത് എയർ സർക്കുലേഷൻ ഉള്ള ഒരു കേജ് ആയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതുപോലെ തന്നെയാണ് അത് നല്ലൊരു സ്പേസ് അത്യാവശ്യം, അതായത് ഓരോ ബ്രീഡിന് അനുസരിച്ചിട്ടുള്ള ഒരു സ്പേസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡോഗ് കിടക്കുന്ന കേജ് പറ്റുമെങ്കിൽ നല്ല തണലുള്ള സ്ഥലത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് നല്ല ചെടികളോ അല്ലെങ്കിൽ മരങ്ങളോ അല്ലെങ്കിൽ വള്ളിച്ചെടികളെന്ന് പറയുമ്പോൾ നമുക്ക് പൂക്കളുള്ളതൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു തണലും കിട്ടും. അപ്പോൾ അവരുടെ ആ ഒരു കേജ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ അവരുടെ ആ ഒരു കിടക്കുന്ന തറയെന്ന് പറയുന്നതും ഒരു തറയോട് നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുവാനായിട്ട് തറയോടാണ് ഏറ്റവും നല്ലതും. നമുക്ക് ഇൻ്റർലോക്ക് കാര്യങ്ങളിലൊക്കെ ഡോഗ് കിടക്കുന്നു, അല്ലെങ്കിൽ വെയിലടിച്ച് ആ ഒരു ചൂട് അതിൽ തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും ആ ഒരു ചൂട് അവർക്ക് ഭയങ്കര പ്രശ്നമായിട്ട് വരും. നമ്മുടെ മനുഷ്യരുടെ കാര്യം എടുക്കുകയാണെങ്കിലും മനുഷ്യർക്കെന്ന് പറഞ്ഞാൽ വിയർപ്പ് ഗ്രന്ഥി കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഡോഗിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമില്ല. അവരെന്ന് പറയുമ്പോൾ ബ്രീത്തിങ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബ്രീത്തിങ്ങിലൂടെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചൂട് അഡ്ജസ്റ്റ് ആക്കുന്നത്. അപ്പോൾ നമുക്കെന്ന് പറയുമ്പോൾ വിയർപ്പ് ഗ്രന്ഥി കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഡോഗിനെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ അവർ പൊതുവേ കിതയ്ക്കുന്നതിലൂടെയാണ് ആ ഒരു ചൂടും ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നത്. അപ്പോൾ പൊതുവേ ഉള്ള ചൂടിനേക്കാളും കൂടുതലാകുമ്പോൾ അവർക്ക് പൊതുവെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കേജ് കാര്യങ്ങളൊക്കെ എപ്പോഴും നല്ലൊരു തണുപ്പും കാര്യങ്ങളും വരുമ്പോൾ അവർക്ക് അതുമായിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണ രീതികളിൽ നമുക്ക് ശരിക്കും വാട്ടർ ലെമൺ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതായത് തണ്ണിമത്തൻ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് മാതളം, പപ്പായ അങ്ങനത്തെയൊക്കെ ഫ്രൂട്ട്സുകൾ ഈ ഒരു ചൂട് കാലങ്ങളിലൊക്കെ കൊടുക്കുന്നത് അവർക്ക് വളരെ നല്ലതാണ്. ശരീരം തണുക്കുവാനും വളരെ നല്ലൊരു ഫുഡ് തന്നെയാണ്. അതുപോലെ നമുക്ക് തൈര് കൊടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ അവർക്ക് ചോറിൻ്റെ കൂടെ തൈര് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാതെ നോർമലി നല്ല തണുത്തതും പുളിപ്പില്ലാത്തതായിട്ടുള്ള തൈര് കൊടുക്കുന്നതും അവർക്ക് നല്ലത് തന്നെയാണ്. വേറെ ബുദ്ധിമുട്ടൊന്നും അവർക്കില്ല. അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് പ്രത്യേകം ഇപ്പോഴത്തെ ഒരു സാഹചര്യം ചൂടായതുകൊണ്ട് ചിക്കൻ കഴിയുന്നതും കുറയ്ക്കുന്നത് നല്ലതാണ്. ചിക്കന്, മുട്ട. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ചൂടായതുകൊണ്ട് ഒരുപാട് കൊടുക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. മാക്സിമം ഫിഷോ അങ്ങനത്തെ ഐറ്റംസ് ആക്കുന്നതാണ് പൊതുവേ നല്ലതെന്ന് പറയുന്നത്. ചില ഡോഗ് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മെയിനായിട്ടുള്ളൊരു അവർക്ക് ഇഷ്ടമുള്ള ഫുഡ്, ഡ്രൈ ഫുഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരു
2-3 പീസ് അതിലങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കുടിക്കാനും പറ്റും. അതിൻ്റെയോടൊപ്പം തന്നെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കുകയും ചെയ്യാം. ഡോഗിന് നമ്മൾ എക്സസൈസ് കൊടുക്കേണ്ടുന്നത്, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചൂട് കൂടുതലായതുകൊണ്ടും നമുക്ക് ഒന്നുകിൽ അതിരാവിലെ ഒരു 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്കകത്ത് തന്നെ നമ്മൾ മാക്സിമം വർക്കൗട്ട് അവരെ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവരെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കളിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ അതിരാവിലെ ഒരു 9 മണിക്കകത്തൊക്കെയാണ് നല്ലത്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചൂട് കൂടുതലാണ്. നമ്മൾ ആ സമയത്ത് വീണ്ടും നമ്മൾ വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും പോയി നമ്മൾ കേജിലോട്ട് കയറ്റുമ്പോൾ അവർക്ക് ആ ഒരു ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വീണ്ടും ഒരുപാട് ചൂടും കാര്യങ്ങളും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുപോലെ നമുക്ക് വൈകുന്നേരങ്ങളിലെന്ന് പറയുമ്പോൾ ഒരു 5 മണി 4 മണിക്കൊക്കെ ശേഷമാണ് പൊതുവേ അവർക്ക് വീണ്ടും നമ്മൾ വൈകുന്നേരങ്ങളിൽ എക്സസൈസ് കൊടുക്കുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ വളരെ നല്ലത്. എപ്പോഴും നമ്മൾ ചൂട് സമയത്തും എപ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. നമുക്ക് ഈ ഗ്രൂമിങ്, അതായത് ഇപ്പോൾ വിദേശ ഇനം ബ്രീഡെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ക്ലൈമറ്റ് തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പല ഡോഗ്സും, അതായത് ഇപ്പോൾ ഷിറ്റ്സു, ലസാപ്സോ, ഹസ്കി, അത് സെയിൻറ്റ് ബെർണാഡ്, ഇവരൊക്കെ എന്ന് പറയുമ്പോൾ പൊതുവേ ഹെയറി ബ്രീഡാണ്. അവിടത്തേക്ക് ക്ലൈമറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു ഹെയർ കോട്ടിങ് കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവരുടെ ഹെയർ എന്ന് പറയുമ്പോൾ കുറച്ച് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം ആ ഒരു ചൂട് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ടും അവിടെ നമ്മൾ ഗ്രൂമിംഗ് ഒക്കെ കൊണ്ടുപോകുമ്പോഴും ആ ഒരു ഹെയർ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് നിർത്തുന്നത് വളരെ നല്ലതായി. ഇതൊരു ഷിറ്റ്സു ബ്രീഡാണ്. ഇത് നമുക്ക് അത്യാവശ്യം കുറച്ച് ഹെയറൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഫേസിലുള്ളതും ബാക്കി ഏകദേശം കുറച്ച് ഹെയർ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ബ്രീഡിനൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ചൂട് കാലത്ത് മാക്സിമം ഹെയർ കുറച്ച് ഇടുക എന്നുള്ളത് ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നമ്മളിനി അടുത്ത് പുതിയ വെറൈറ്റി വീഡിയോകളുമായിട്ട് നമ്മൾ എത്തുന്നതാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മുടെ മാക്സിമം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും എൻ്റെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. നമ്മൾ പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ മറുപടി തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് സംശയം എന്ത് തന്നെ ആയിരുന്നാലും വിളിച്ച് പറഞ്ഞാൽ ഞാൻ അറിയാവുന്നതുപോലെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.